ഹായ് ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പിയായും ഹെൽത്തിയായും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്ലീപ്പ് ഹൈജീനെ കുറിച്ചാണ്. സ്ലീപ്പ് ഹൈജീനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ സ്ലീപ്പ് എന്താണ്, ഉറക്കം, നല്ല ഉറക്കം എന്താണ്, എന്തിനാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വായുവും ജലവും ഒക്കെ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളൊരു ഘടകം തന്നെയാണ് നല്ല ഉറക്കം. ദിവസവും നന്നായി ഉറങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയാം. നമുക്ക് ഓവറോൾ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവാം, ഒത്തിരി നാളുകൾ സമാധാനമായിട്ട് കുറച്ച് സമയം കിടന്ന് ഉറങ്ങാൻ കഴിയാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ തീർച്ചയായും മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നതായിട്ടൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിൽ സ്ലീപ്പിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ്. നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഹെൽത്തിന് രണ്ടിനും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നല്ല ഉറക്കം. അത് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു, അതുപോലെ തന്നെ ലേണിംഗ് കപ്പാസിറ്റി കൂട്ടുന്നു, മെമ്മറി കൂട്ടുന്നു, അതുപോലെ തന്നെ നമ്മുടെ മൂഡ്, അതായത് നല്ല രീതിയിൽ ഇന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ നാളെ നമുക്ക് കുറച്ച് നമ്മുടെ ബ്രെയിൻ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മൂഡും കുറച്ചും കൂടി നല്ല മൂഡായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഓവറോൾ ലൈഫിൻ്റെ ഒരു ഓവറോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല സ്ലീപ്പ് കിട്ടിയാൽ സാധിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ഉറങ്ങാൻ കഴിയില്ല അല്ലേ. നമുക്ക് ഇപ്പോൾ ഇന്ന് ചിന്തിക്കുകയാണ് എനിക്കിന്ന് ഉറങ്ങണം, ഇത്ര സമയത്തിൽ ഉറങ്ങണം, പക്ഷെ നമ്മൾ കിടന്നാൽ നമുക്ക് ഉറക്കം വരണമെന്നില്ല അല്ലേ. നമുക്ക് ഫോഴ്സ് ചെയ്ത് നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. നമുക്ക് ഉറങ്ങാനുള്ള സമയമാണ്, എപ്പോഴാണ് നമ്മൾ ഉറങ്ങേണ്ടത് എന്ന് നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കാം, ട്രെയിൻ ചെയ്യിക്കാം അല്ലേ. അപ്പോൾ ഈ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ഗോളിലേക്ക് എത്താനുള്ളൊരു കീ ആണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്. സ്ലീപ്പ് ഈസ് ദ ബെസ്റ്റ് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. സ്ലീപ്പ് ഹൈജീൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഒരു ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ പതിയെ 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 നമ്മുടെ റൂട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ക്രിയേറ്റ് എ റിലാക്സിങ് ബെഡ് ടൈം റൂട്ടീൻ. അതായത് നമ്മൾ ഒരു ബെഡ് ടൈം റൂട്ടീൻ ഉണ്ടാക്കുക, ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു ബെഡ് ടൈം റൂട്ടീൻ ഉണ്ടാക്കുക. ഇച്ചിരി നേരത്തെ എണീക്കുക, അതുപോലെ തന്നെ ഇച്ചിരി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. ഇച്ചിരി നേരത്തെ എണീക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഇന്നിപ്പോൾ 9 മണിക്ക് എണീക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാളെ 5 മണിക്ക് അലാം വെച്ച് എണീക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ ബോഡി അലാം ഓൾറെഡി 9 മണിക്കാണ് എന്നും എണീറ്റുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം 5 മണിക്ക് ചാടി എണീക്കാൻ, അപ്പോൾ ഫുൾ ആ ഒരു ഋതം മൊത്തം തെറ്റും. നമ്മുടെ ബോഡിയുടെ ടയർഡ്നെസ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് 9 മണിക്ക് എണീക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാളെ 8:30-ക്ക് എണീക്കാം, പിന്നെ അതിന് പിറ്റേ ദിവസം 8 മണിക്ക് എണീക്കാം. അങ്ങനെ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഇച്ചിരി നേരത്തെ എണീറ്റ് തുടങ്ങാം. അപ്പോൾ അങ്ങനെ അതൊരു റൂട്ടീനാവും, ഇച്ചിരി നേരത്തെ എണീക്കുന്നത്. അതുപോലെ തന്നെ ഉറങ്ങുമ്പോഴും ലേറ്റായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇച്ചിരി നേരത്തെ കിടന്ന് ശീലിക്കുക. പതിയെ 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 നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാക്കിക്കോളും. നമ്മൾ കിടക്കുന്ന സമയം ഈ സമയമാണ് ഉറങ്ങേണ്ടതെന്ന് നമ്മുടെ ബ്രെയിന് അത് മനസ്സിലാക്കി എടുത്തോളും. പതിയെ പതിയെ ആ 2 ശീലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇച്ചിരി നേരത്തെ എണീക്കാനും ഇച്ചിരി നേരത്തെ കിടക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് നമ്മൾ ബെഡ് ടൈമിന് മുൻപ് റിലാക്സിങ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുക. അതായത് മെഡിറ്റേഷനോ ഒരു ബുക്ക് വായിക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിലുള്ളൊരു ശീലമാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ തോട്ട്സിനെ റിലീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മൾ ഈ പണ്ട് മുതലേ ഈ ഡയറിയൊക്കെ എഴുതുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഡയറി എഴുതുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ബെഡ് ടൈമിന് മുൻപ് ചെയ്യാൻ ശ്രമിക്കുക. അതും ഒരു ബെഡ് ടൈം റൂട്ടീനാണ്, ഒരു റിലാക്സിങ് ബെഡ് ടൈം റൂട്ടീനാണ്. പിന്നെ ഈ റിലാക്സിങ് ആക്ടിവിറ്റീസിൽ തന്നെ, അതായത് ബെഡ് ടൈമിന് മുൻപുള്ള റിലാക്സിങ് ആക്ടിവിറ്റീസിൽ തന്നെ വരുന്നതാണ് ഹാവിങ് സെക്സ്. ബെഡ് ടൈമിനും 1 മണിക്കൂർ മുൻപ് സെക്സ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒരു സൗണ്ട് സ്ലീപ്പിനും ഒക്കെ ആപ്റ്റായിട്ടുള്ളൊരു കാര്യം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ സെക്സ് കഴിഞ്ഞിട്ട് സഡൻലി നമ്മൾ കിടന്ന് ഉറങ്ങാനായിട്ട് കയറി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ആ ഒരു പഴയൊരു ബോഡി മാത്രമല്ല നമ്മുടെ മൈൻഡായാലും പഴയൊരു ഋതത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ബെഡ് ടൈം റൂട്ടീനിൽ തന്നെയുള്ള, അതായത് ബെഡ് ടൈം ആക്ടിവിറ്റീസിൽ വരുന്നത് തന്നെയാണ് സെക്സ് എന്ന് പറയുന്നതും. പക്ഷേ അതൊരു 1 മണിക്കൂർ മുൻപ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ ബോഡി അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ബോഡി നല്ല റിലാക്സ്ഡ് ആയിരിക്കും.
അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബെഡ് ടൈം റിലാക്സിങ് റുട്ടീൻ ഉണ്ടാക്കാൻ ആദ്യം ശ്രമിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മേക്ക് യുവർ സ്ലീപ്പ് എൻവയൺമെൻറ്റ് കംഫർട്ടബിൾ. നമ്മൾ ഉറങ്ങുന്ന ആ ഒരു നമ്മുടെ ചുറ്റുപാടും ഒന്ന് നമുക്കൊരു കംഫർട്ടബിൾ ആവുന്ന രീതിയിലാക്കിയെടുക്കുക. വെൽ വെന്റിലേറ്റഡ് റൂം ആക്കുക. അതായത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും AC ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫുള്ള് അടച്ചു മൂടിയ മുറിയായിരിക്കും അല്ലേ. അപ്പോൾ രാവിലത്തെ സമയം കുറച്ച് കാറ്റൊക്കെ, ജനാലയൊക്കെ തുറന്നിട്ട് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കാറ്റൊക്കെ ഉള്ളിലേക്ക് കയറാനും ഒക്കെ ഒരു വഴി ഉണ്ടാക്കുക. വെൽ വെന്റിലേറ്റഡ് റൂം ആക്കുക. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള പില്ലോ, മാട്രസ്, ബെഡ് ഒക്കെ യൂസ് ചെയ്യുക. നാച്ചുറൽ മെറ്റീരിയൽ വെച്ചിട്ടുള്ള പില്ലോസും മാട്രസും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രീത്തബിൾ ആയിരിക്കും, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും. പോളിസ്റ്റർ പോലത്തെയൊക്കെ ആണെങ്കിലും കാണുമ്പോൾ ഭംഗിയുണ്ടാവും, പക്ഷേ അത് നമുക്ക് നമ്മുടെ ഉറക്കത്തിന് ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നതിനെ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം നാച്ചുറൽ മെറ്റീരിയൽസ് കൊണ്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള പില്ലോയും മാട്രസും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ടേൺ ഓഫ് ഓൾ ലൈറ്റ്സ്, അതായത് ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കുഞ്ഞു വെട്ടം വെക്കാം. നമുക്കിപ്പോൾ കുഞ്ഞു കുഞ്ഞു ബൾബുകളൊക്കെ അവൈലബിൾ ആയിരിക്കും, ഡിം ലൈറ്റ്സിലുള്ള. അപ്പം അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം. ഉറങ്ങാനായിട്ടുള്ള ഒരു അഡിക്വേറ്റ് ഡാർക്ക്നെസ് ആ റൂമിൽ ഉണ്ടാവണം. വേറൊന്നും കൊണ്ടല്ല, ലൈറ്റിന് നമ്മുടെ ഉറക്കമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. അതായത് ഒരുപാട് നേരം ലൈറ്റ് എക്സ്പോഷർ ആകുമ്പോൾ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ഈ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമുക്ക് ഉറക്കം ഉണ്ടാകത്തില്ല. മെലറ്റോണിൻ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് മെയിനായിട്ടും നമ്മൾ ഈ ലൈറ്റ്സ്, അഡിക്വേറ്റ് ആയിട്ട് ഡാർക്ക്നെസ് നമ്മുടെ ഉറങ്ങുന്ന മുറിയിൽ ഉണ്ടാവണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ഉറക്കത്തിന് ഒരുപാട് ഡിലേ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു എൻവയൺമെൻറ്റിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ഡാർക്ക്നെസ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു നമ്മുടെ എൻവയൺമെൻറ്റ്, സ്ലീപ്പ് എൻവയൺമെൻറ്റ് കംഫർട്ടബിൾ ആക്കുക. പിന്നെ നോർമലായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ശീലമാണ് ബ്രഷ് ചെയ്യുക. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ലൂസായിട്ടുള്ള ക്ലോത്തിങ്സ്, ബ്രീത്തബിൾ ആയിട്ടുള്ള നാച്ചുറൽ മെറ്റീരിയൽ കൊണ്ടുള്ള ക്ലോത്തിങ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സൗണ്ട് സ്ലീപ്പിന്, അത് നമ്മുടെ ബ്രെയിനിനെ അത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഇതാണ് ഉറങ്ങാനുള്ള സമയം എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് അങ്ങനത്തെ റൂട്ടീൻസിലൂടെ. മൂന്നാമതൊരു കാര്യം എന്ന് വെച്ചാൽ ലിമിറ്റ് സ്റ്റിമുലൻസ്. ലിമിറ്റ് അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് സ്റ്റിമുലൻസ് എന്നും പറയാം. ലിമിറ്റ് ഓർ അവോയ്ഡ് സ്റ്റിമുലൻസ് എന്ന് പറയാം. ഈ സ്റ്റിമുലൻസിൽ 1-2 കാര്യങ്ങൾ വരും. അതായത് സ്ക്രീൻ ടൈം, കാഫീൻ, ആൽക്കഹോൾ. നമ്മൾ പറയാറുണ്ട്, ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്, ഉറങ്ങുന്നതിനും 1 മണിക്കൂർ മുൻപെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് മാറ്റി വെക്കണം എന്നൊക്കെ. അതെന്തുകൊണ്ടായിരിക്കും? വേറൊന്നുമല്ല, നമ്മൾ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഒരു മണിക്കൂർ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇപ്പോൾ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഉറങ്ങുന്നതിനും 1 മണിക്കൂർ മുമ്പ് ഷട്ട് ഡൗൺ ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെലറ്റോണിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ബ്ലൂ ലൈറ്റിന് നമ്മളിങ്ങനെ എക്സ്പോഷർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുക. നമ്മുടെ മൈൻഡിന് ഇപ്പോൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുക, ഒരു റീലൂടെ കണ്ടിട്ട് ഇറങ്ങാം, വീണ്ടും ഒന്നുകൂടെ കണ്ടിട്ട് ഇറങ്ങാം, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കൂലേ. അത് നമ്മുടെ ഉറക്കത്തിനെ പിടിച്ചു നിർത്തുകയാണ്. ഇപ്പോൾ ഉറങ്ങണ്ട എന്ന് നമ്മുടെ മൈൻഡിനെ പിടിച്ചു നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മൊബൈൽ ഫോൺസ്, അതായത് നമ്മുടെ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയുന്നു ആ സമയത്ത്. നമ്മൾ ആ ലൈറ്റിന് ഇങ്ങനെ എക്സ്പോഷർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഉറക്കം വീണ്ടും ഡിലേ ആവുക. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ബെഡ്റൂമിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഫോൺ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ശ്രമിക്കുക. പിന്നെ ലിമിറ്റ് കാഫീൻ, ആൽക്കഹോൾ ബിഫോർ ബെഡ്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, കാഫീൻ ലിമിറ്റ് ചെയ്യുക, ആൽക്കഹോളും ഒക്കെ ബെഡ് ടൈമിന് ബിഫോർ ലിമിറ്റ് ചെയ്യുക. നമ്മുടെ 1 PM ശേഷം കാഫീനൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് സ്റ്റഡീസ് പറഞ്ഞിരിക്കുന്നത്, സൗണ്ട് സ്ലീപ്പ് ആഗ്രഹിക്കുന്നവർക്ക്. പിന്നെ നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകിട്ട് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ. അപ്പോൾ അവർക്കൊക്കെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ട്രൈ ചെയ്യുക, അതൊരു ഹാബിറ്റ് ആക്കാൻ ശ്രമിക്കുക. പതിയെ ആദ്യം കോഫിയുടെ അളവ് കുറയ്ക്കുക, പതിയെ അതങ്ങ് ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ഹാബിറ്റ്, ഒരു മണിക്ക് ശേഷമൊക്കെ കാഫീൻ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും സൗണ്ട് സ്ലീപ്പിന്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്പോഷർ ടു സ്റ്റിമുലൻസ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റ് വാച്ച് ചെയ്യുക. നമ്മൾ എന്താണ് കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന്
അവെയർ ആയിരിക്കുന്നത് നല്ലതായിരിക്കും, നല്ല ഉറക്കം കിട്ടാൻ. ഒരു 7 മണി സമയത്ത് ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക. 7 മണിക്ക് ശേഷം ഫുഡ് കഴിക്കുന്നത് പതിയെ മാറ്റിയെടുക്കുക. 3 hours എങ്കിലും വേണം നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ആവാനും ഒക്കെ. അപ്പോൾ നമ്മൾ കഴിച്ച ഉടനെ പോയി കിടക്കുക. ഇപ്പോൾ 9 മണിക്ക് കഴിച്ച് 10 മണിക്ക് കിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡൈജഷനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു 7 മണിക്ക് കഴിച്ച് കിടക്കാൻ ശ്രമിക്കുക. ഇത്രയുമൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഓടിപ്പോയി കിടക്കാതെ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. ഓടിപ്പോയി കിടന്നിട്ട് എനിക്കിപ്പോൾ ഉറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ അപ്പോൾ എന്ത് ചെയ്യണമെന്നിങ്ങനെ ചോദിക്കും നമ്മുടെ അടുത്തില്ലേ. അപ്പോൾ ഓടിപ്പോയി കിടക്കാതെ റിലാക്സ് ചെയ്യുക, നമ്മുടെ ബ്രെയിനെ പറഞ്ഞ് പഠിപ്പിച്ച് പതിയെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോവുക. അതാണ് മെയിനായിട്ട് സ്ലീപ്പ് ഹൈജീനിലൂടെ നമുക്ക് സഹായിക്കുന്നത്. റിലാക്സ് ചെയ്യുക, ഒരു പേസ്ഡ് ബ്രീതിങ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ ശ്രമിക്കുക. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, പലർക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം അച്ചീവ് ചെയ്തിട്ടും ഉറക്കം കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇൻസോംനിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആയിരിക്കും. അവർ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് തന്നെ ആവുള്ളൂ. അവർ ആ ഇൻസോംനിയ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടത്തുള്ളൂ. ഇൻസോംനിയ ട്രീറ്റ് ചെയ്യുന്നത് വഴി 85% ഡിപ്രഷൻ കണ്ടീഷൻസ് വരെ കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറക്കത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. നല്ല രീതിയിലുള്ളൊരു ഉറക്കം, നമുക്ക് വെള്ളവും വായുവും ഒക്കെ വേണ്ടുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു ഉറക്കവും നമുക്ക് വേണമെന്ന് മനസ്സിലാക്കി ദിവസവും നല്ല രീതിയിൽ ഉറങ്ങാനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുക. 6-7 മണിക്കൂർ ഒരു മനുഷ്യന് നല്ല രീതിയിൽ ഉറങ്ങണം എന്നൊക്കെയാണ് സ്റ്റഡീസ് പറയുന്നത്. 9 മണിക്കൂർ വരെ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രെയിന് ഫ്രഷ് ആവുകയാണ്. പിറ്റേ ദിവസത്തേക്ക് വേണ്ടി റെഡിയാണ് നമ്മുടെ ബ്രെയിന്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് നിൽക്കും. അപ്പോൾ 9 മണിക്കൂറൊക്കെ ഉറങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒത്തിരി പേർക്ക് വർക്കും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. മാക്സിമം ഒരു 6-7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക ദിവസവും. അപ്പോൾ സൗണ്ട് സ്ലീപ്പ് കിട്ടാനുള്ള മെത്തേഡ്സ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം സമയം പോലെ കേട്ട് മനസ്സിലാക്കി ചെയ്യാനൊക്കെ ശ്രമിക്കാം. എല്ലാവർക്കും നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.